വെൽക്കം ടു ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഞങ്ങൾ ഇന്നലെ രാത്രിയിലായിരുന്നു വ്ലോഗ് എടുത്താൻ തുടങ്ങിയത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയല്ല പോകുന്നത്, ഇന്നാണ് പോകുന്നത് സ്റ്റേഷനിൽ. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്. 9 മണിക്ക് ഇറങ്ങിയതാണ് ഞാനിവിടുന്ന്. ഇവിടെ മഹാനൊക്കെ റെഡി ആയിരുന്നു. ഇപ്പോഴും 10 മണിയായി. അപ്പം ഇനി വണ്ടി വെച്ച് വ്ലോഗ് എടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ് വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മളിപ്പോൾ പോവാണ്. ഇതാണ് ബൗഷേ. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ പോകാൻ പോകുന്ന വണ്ടി. ഇതിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് ഹരിച്ചേട്ടന്, ഇതാണ് ബാബുച്ചേട്ടന്. എല്ലാവരും കൂടെ ഇന്ന് പോയി ട്രിപ്പ് അടിച്ചിട്ട് വരാം ഗൈസ്. ഇതാ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇറങ്ങിയാണ് പോകുന്നത് ഗൈസ്. ഭയങ്കര വിഷയമാണ്. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. വണ്ടിയിലാണ് ഗൈസ്. സിറ്റുവേഷൻ എന്താണെന്ന് അവിടെ ഹോസ്പിറ്റലല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അറിയാം. അപ്പം പോയി എന്നിട്ട് നോക്കിയിട്ട് വരാം. ഗൈസ് ഞങ്ങളിതാ സ്റ്റേഷൻ അവിടെ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് സമയമുണ്ടല്ലോ. എന്തോന്ന് അറിയത്തില്ല, എവിടെ വെച്ചത് ലേറ്റ് ആവില്ല എന്തോന്ന് അറിയത്തില്ല. എന്നാലും വിൽ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ പത്തനംതിട്ടയൊക്കെ കൊള്ളാം. ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് പ്ലേസ്. മേ ബി നമ്മളിവിടെ ബിവറേജിൽ നിർത്തുന്നുണ്ടോ? ഓക്കെ മനസ്സിലായി. നിർത്തുന്നില്ല. കുതിര ഗൈസ്, കുതിര കാണുന്നില്ല ഗൈസ്. വയൽവാണിപ്പത്തിന് വരുമായിരിക്കും, അറിയില്ല. വയൽവാണിപ്പത്തിന് ഞങ്ങളുടെ കാളയൊക്കെ ഉണ്ട്. മീൻസ് അതൊരു വല്ലാത്തൊരു പ്രോഗ്രാമാണ്. ഓമ്പലൂര് അങ്ങനെ പ്രത്യേകിച്ച് കാണുന്നത് ഞങ്ങളിങ്ങനെ വയൽവാണിപ്പം. അതിന് വലിയ കഥയൊക്കെ ഉണ്ട്. ഗൈസ് ഞങ്ങൾ സ്റ്റേഷനിലെത്തി ഗൈസ്. ഇതാണ് സ്റ്റേഷനിൽ അതുകൊണ്ട് പോകുന്ന 2 പ്രതികളാണ് പോകുന്നത്. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോലീസൊക്കെ ഉണ്ട്. നോക്കട്ടെ. താങ്ക് യു ചേട്ടാ. എത്തി ഗൈസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ. ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല. ഇവിടെ വേറെ വല്ല വിവാദം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. നോക്കട്ടെ. ഓക്കെ ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ എത്തി, പോലീസ് സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഞങ്ങളിപ്പം സ്റ്റേഷനിൽ വന്ന് ഇപ്പോൾ പോലീസാണെങ്കിൽ ഇപ്പോൾ കണ്ടപ്പം എന്താണെന്നറിയില്ല. പോലീസ് പറഞ്ഞു ഇന്നിനും വരണ്ട, നാളെ മറ്റാളെ വന്നാൽ മതിയത്. ആർക്കറിയാം എന്താ സംഭവിച്ചത് എന്താണെന്നും അറിയത്തില്ല. ഇനി മിക്കവാറും വരവ് നടക്കൂലെന്ന് തോന്നുന്നു. നോക്കാം. സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ ഇപ്പോൾ ഇറങ്ങി വന്നാൽ 2 മിനിറ്റ് പോലും എടുത്തില്ല. ഞങ്ങളവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് സുഖം. എല്ലാവരും വണ്ടി കയറി. 250 ഉണ്ടേ. പൊളിക്ക് പ്രഭു ഈ മൈര മൊത്തം ബ്ലോഗ് ചെയ്യുവാണ്. ഞങ്ങള് ഇപ്പോ കാറ്റടിക്കാൻ വേണ്ടി കയറിയേക്കാണ് ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ടില് കാറ്റടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പം ചെറുതായിട്ടൊന്ന് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഹോട്ടലിന് വേണ്ടി ചെറിയൊരു സെറ്റപ്പാണ്, പക്ഷെ കുഴപ്പമില്ല, നൈസാണ്. ഇത് എവിടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഹോട്ടലിൽ പേരൊന്നും കാണിക്കാനല്ല, ചെറിയൊരു ഹോട്ടലാണ്. അത് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഹോട്ടൽ. നല്ല രസമുണ്ട് ഹോട്ടലിൽ കാണാൻ. ഇതാണ് മുട്ടക്കറി വന്നു ഗൈസ്. പൊറോട്ട, വെള്ളവും എല്ലാം വെച്ച്. അപ്പോൾ ഇതിനെയും ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ ശരീരം മൊത്തം നീരാണോ? എന്നെ പിടിച്ച് കഴിഞ്ഞാൽ പേടിക്കണ്ട. സുരേഷ് മണി അടിച്ചെടുത്തോ എന്നെ പിടിച്ചിട്ടാണ് പേടിക്കുന്നത്. നീ അത് പേടിക്കണ്ട. എന്നിട്ട് എന്നോട് തന്നെ സ്റ്റേഷനിൽ പോയി. മുട്ടക്കറിയുടെയും ഇതിൻ്റെ ടെൻഡർ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നൈസായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വണ്ടി ഇപ്പം കയ്യിൽ കിട്ടി ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോ ഒന്ന് മെക്കാനിക്കലിൻ്റെ അടുത്ത് കൊടുത്ത്, സത്യം പറഞ്ഞാൽ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു 80 കിലോ, ഒരു 60 കിലോ, ഒരു 90 കിലോ, ഒരു 30 കിലോ, പിന്നെ ഒരു 150 കിലോ. ഇത്രയും കിലോ വെച്ച് വണ്ടി ഓടണ്ടേ? പക്ഷെ ഇവരത് മനസ്സിലാക്കിയില്ല ഗൈസ്. അതുകൊണ്ട് വന്ന ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ വണ്ടി ഒന്ന് കയറ്റി. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ ബിവറേജിൽ പോകണം. മദ്യം അങ്ങനെയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എത്തുന്നുമുണ്ട്, എത്തിയില്ല. പേര് പൊക്കോണ്ടിരിക്കുകയാണ്, എന്തുവെന്ന് അറിയത്തില്ല. അല്ലല്ല എത്തി. അപ്പോൾ ഗൈസ് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. സാധനം വാങ്ങിച്ച് നമ്മൾ ട്രിപ്പിലോട്ട് പോവുകയാണ്. ഇതാ എല്ലാം റെഡി. ഇനിയും വണ്ടി ഒന്ന് പാക്കായി ലോഡായി പോകണം. അതിന്റെ മുന്നിൽ ഞങ്ങളുടെ ഇവിടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ചേച്ചിയാണിത്. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ മീൻ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. സാധനം വാങ്ങിച്ചിനി മീനൂടെ വാങ്ങിച്ചാൽ സെറ്റപ്പ് ആവും. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനമാണെങ്കിൽ ഈ കടയിലില്ല. തലയാണ് ഉദ്ദേശിക്കുന്നത്. അണ്ണാ എന്തിൻ്റെ തലയായിരുന്നു? ഏതിൻ്റെ? കേരയുടെ ചൂരയുടെ തലയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇല്ല. അപ്പം നമ്മളിപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ആർ കമ്മിങ്. അപ്പോൾ അവിടെ ഇല്ലല്ലേ? ഗൈസ് പ്രശ്നമാണല്ലോ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അയില വാങ്ങാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഓ ഫണ്ടാസ്റ്റിക്. അങ്ങനെ വീട്ടിൽ കയറി സാധനങ്ങളെല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ടച്ചിങ്സ് തൽക്കാലത്തേക്ക് ഇതാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേക്കിംഗ് ആണ്. എന്താണ് മേക്കിംഗ്? എന്താണ് മേക്കിംഗ് ബാബുച്ചേ? പറ എന്തോന്ന് പറ എക്സ്പ്ലെയിൻ ചെയ്യ്. ഇത് ഫിഷ്, ഇത് മീൻകറി വെക്കാനാണ്. അപ്പം അതാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഷെഫാണിത്, വിഷയ ഷെഫാണ്. ടേസ്റ്റ് എന്നൊക്കെ വെച്ചാൽ അഡാറാണ് ബാബുസേട്ടൻ ഉണ്ടാക്കുമ്പോൾ. ഞങ്ങൾ വിളിക്കുന്നത് ബാബുസേട്ടൻ എന്നാണ്. ബാബുചേട്ടൻ എന്നാണ് പേര്. ബാബുചേട്ടൻ ഞങ്ങളുടെ പ്രായത്തിന് മൂത്താണ്, മിഡിൽ ഏജ് ആണ്. ഫണ്ടാസ്റ്റിക്. ഓക്കെ ഗൈസ്, എല്ലാവരും അങ്ങോട്ട് വൈബായി വരുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഷർട്ടൊക്കെ വരും, ഇവിടെ എല്ലാം സെറ്റപ്പ് ആവുന്നു. മീൻകറി അവിടെ വെച്ചു. അപ്പം ഇനി കപ്പയ്ക്കുള്ള പരിപാടിയാണ്. ഇവിടെ പണി തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് പരിപാടിയേ ഉള്ളൂ, തുടങ്ങുന്നേ ഉള്ളൂ. ഇതാണ് ക്രോ വിഷയാണ് ക്രോ ക്രാക്ക്. ഓക്കെ ആണ് ഇവിടുത്തെ മൂത്തമ്മ വിഷയമാണ്. അപ്പോൾ നമ്മുടെ സാധനം സ്പെഷ്യൽ സാധനം റെഡി. അപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള മീൻ എടുത്തില്ലേ, അത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതുകൊണ്ട് ഈ ക്രഞ്ച് സർക്കിൾസ് വന്നേക്കുന്നേ. ഇവിടുത്തെ മെയിൻ ഷെഫാണ് ബാബുസേട്ട് വെരി സൈഡ്. ബാബുസേ ഈ വന്നേ, അത് കിട്ടി. ബാബുസേട്ട് ഇതെങ്ങനെയാണ് ബാബുസേട്ട് സർക്കിളിൽ വന്നതെന്ന് പറഞ്ഞുതരാമോ ബാബുസേട്ട്? ഇതെങ്ങനെയാണ് പിടിച്ചേ? കൊതി വരുന്നത് ഞാൻ കൈ കൊണ്ട് വളച്ചു വെച്ചത്. ഇതിന്റെ ടാക്ടിക്സ് എങ്ങനെയാണ്? ഇതെന്താണ് ബാബുസേട്ട്? ഇതെന്താണ് മീനാണോ ഇത്? ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡെലിഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. സ്മെല്ല് സോ ഗുഡ്, വി ക്യാൻ ഫീൽ ഇറ്റ്. ബട്ട് തൊടുമ്പോൾ ആ ചൂട് കാരണം എനിക്ക് തൊടാൻ പറ്റുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ജാപ്പനീസ് ഗായോക്കി എന്ന് പറയുന്നൊരു ഫുഡുണ്ട്, അതുപോലെ തന്നെ ഉണ്ട്. ബട്ട് ഇത് മീനും കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. സോ ഫണ്ടാസ്റ്റിക്, ലൈക്ക് ഇറ്റ്. ബട്ട് ഇതിപ്പോൾ തൊട്ട് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമല്ല, ഇപ്പം നല്ല ചൂടിലാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഗൈസ് ഇവിടെ സിനിമ, അത് വിഷയം പടം എല്ലാവരും കണ്ടോ? സെന്റിമെന്റലായി. ഗൈസ് സിനിമ ഇത്ര സീനായി ഗൈസ്. എല്ലാവരും സെന്റിമെന്റലായി, വിഷയം സെന്റിമെന്റൽ. എല്ലാവരുടെയും മൈൻഡ് ഔട്ടായിട്ടുണ്ട് ഗൈസ്. ഓക്കെ കളിപ്പാണല്ലോ
ഗൈസ് ഞങ്ങളിപ്പോ ഒരു കുപ്പി 2 കുപ്പി എടുത്താണ്, അത് തീർന്നു. അപ്പൊ അടുത്ത കുപ്പി എടുക്കാനായിട്ടുള്ള പോക്കാണ്. ആ വണ്ടിയൊക്കെ തിരിക്കുകയാണ്. ആ ഗൈസ് കയറുക ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങളപ്പോ പോയിട്ട് വരാം ഗൈസ്. ചെറിയൊരു ഗ്യാപ്പിക്കുള്ളതാണ് ഗൈസ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ഒന്നും പറയണ്ട, 1 ഇഞ്ച് പോലും അനങ്ങുള്ള സ്ഥലമില്ല. അതിൽ കൂടെ വണ്ടി എടുത്ത് ഞങ്ങൾ മദ്യം വാങ്ങാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്നതേ ഉള്ളൂ, എത്തിയില്ല. എന്താ ഇച്ചിരി സമയം എടുക്കും ഗൈസ്. മച്ചാ സാധനം എടുത്തിട്ടുണ്ട്. സാധനം എടുത്തിപ്പോ ഇറങ്ങി. ഇപ്പൊ വണ്ടിയിലാണ് പൊക്കോണ്ടിരിക്കുക. വിഷയം ഓർത്തുപിന്തിയ കയറിന്റെ തുമ്പത് തൂങ്ങി മരിക്കും. തൂങ്ങി മരിക്കും. പൂമരം കൊണ്ട് തന്നവനാ മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുങ്ങിപ്പുഴ വെട്ടി തന്നവനാ. ചൂടണമെന്ന് പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവനാ കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുങ്ങിപ്പുഴ വെട്ടി തന്നവനാ. അക്കരെ നിന്നൊരു മാരനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ. അവനിക്കരെ വന്നപ്പോൾ നാട്ടുകാർക്ക് എന്നെ ഒറ്റ കൊടുത്തില്ലേ പെണ്ണെ, നീ ഒറ്റ കൊടുത്തില്ലേ. ചാഞ്ഞു നിക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണതിങ്കളെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവിലെ പാലമരത്തിൽ 3 ചിലയ്ക്കുമ്പോൾ ഓർത്തു പിങ്കിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും. ഞാനിന്ന് തൂങ്ങി മരിക്കും. തറയിൽ വാഴും ഓംകാരമൂർത്തി ചിറയിൽ പരബ്രഹ്മമൂർത്തി ചിറയിൽ ഉടലക്കാടും വിലാസ നർത്തന രംഗങ്ങൾ ഉടുക്കിലുണരും ഓംകാരത്തിൻ ചോടുകൾ ചടുലമായി ഇളകുന്നു. ശൃംഗാരകേളികളാടുന്നു. കാമനെ ചൂട്ടോരു കണ്ണിൽ കനവല്ല, കാമമാണിപ്പോൾ ജ്വലിപ്പതന്നു. കുന്നിൻ മകളറിയാതെ ആകങ്കയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. അവന് പാട്ടേ ഇഷ്ടം, അവന് പാട്ട് സിനിമ ഇഷ്ടമല്ലാത്തവരെ കാണാൻ മാത്രം ഞങ്ങൾ ഗായ്സ്. അപ്പൊ നിങ്ങൾ ആരും കാണാത്ത ഒരാളൂടെ വന്നിട്ടുണ്ട് കളത്തില്. ആരാന്ന് വെച്ചാ പപ്പടം പാപ്സ്. പുള്ളി പാപ്സ് എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ. വിഷയാണ് ചെല്ലാണ്, ചെല്ലക്കുട്ടിയാണ്, ചെല്ലക്കുട്ടി. സി പാപ്സ് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ ബ്ലോഗില്? ഒരിക്കലും പപ്പടം എന്നുള്ള പേര് നീ എന്തിനാ പറയുന്നത്? അത് എന്താണ് അത് തന്നെ. പാപ്സിനാണെങ്കിൽ പബ്ലിക്കലി ആണെങ്കിൽ പാപ്പടം എന്ന് പറയുന്നത് ഇഷ്ടമല്ല. സോ ഞാനും എല്ലാരും വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്സ് എന്നാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അത് കേൾക്കാൻ ഒരു സുഖമുണ്ട്.